CPM-ൽ മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന പത്മകുമാറിനെ പുറത്താക്കിയില്ലേ, പുറത്താക്കണോ, സസ്പെൻഡ് ചെയ്യണോ എന്നൊക്കെയുള്ള ഒരു ചോദ്യം ഇങ്ങനെ തിളച്ച് അതൊരു വലിയ ചർച്ചയായിട്ട് മാറിയിരിക്കും. ആദ്യഘട്ടങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടത് പുറത്താക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല എന്ന് നമ്മൾ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ലാത്ത ഒരാൾ പാർട്ടിയിൽ ഇല്ലല്ലോ. പിന്നെ അയാൾ ഇത് തന്നെയാണ് ജി സുധാകരൻ്റെ കാര്യത്തിന് സംഭവിച്ചത്. ജി സുധാകരൻ പാർട്ടിയിൽ ഇല്ലാത്ത സമയത്താണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്. ജി സുധാകരൻ മെമ്പർഷിപ്പ് പുതുക്കിയിരുന്നില്ല. അപ്പം ഇവിടെ പക്ഷേ അതല്ല, ഇതിന് പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. ഇപ്പം ഈ വിഷയം പാർട്ടിയിലില്ലാത്ത ഒരാളെ പുറത്താക്കുന്നതും അയാളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഒക്കെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ്. അത് മനസ്സിലായി. പിണറായി വിജയനും MV ഗോവിന്ദനും എതിരെ ഉയർന്നിരിക്കുന്ന രൂക്ഷ വിമർശനം, അത് പാർട്ടിയെ താറുമാറാക്കിയെന്നും ഭരണത്തിലെത്താത്ത കഴിയാത്ത വിധം പാർട്ടിയെ നശിപ്പിച്ച് കളഞ്ഞെന്നും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ രൂക്ഷമായ വിമർശനം അണികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ കമ്മിറ്റികളിലും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്മകുമാറിൻ്റെ വിഷയം എടുത്തിട്ടിരിക്കുന്നത്. ഇത് തൽക്കാലം തടിതപ്പുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. പക്ഷെ അത് നടക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പത്മകുമാരൻ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. 2 ലക്ഷത്തിൽ അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാനുമായിട്ട് നല്ല സൗഹൃദമുള്ള ആളാണ്. നമുക്ക് കാണുമ്പോഴൊക്കെ നമ്മളുമായിട്ട് സംസാരിക്കുകയും വളരെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്, അദ്ദേഹം മിഥുനത്തിലെ ഇന്നസെൻറ്റിനെ പോലെ നിൽക്കുകയാണ്. മിഥുനം സിനിമയിൽ ആ തേങ്ങ ഉടയ്ക്കുന്ന സീനിൽ ഇന്നസെന്റ് നിൽക്കുമല്ലോ, തല പൊട്ടി തെറിക്കുന്നു, ഒറ്റ നിപ്പാണ്. അത് ഇന്നസെന്റിനെ പോലെ അതുല്യ നടന് മാത്രമേ ആ മുഖഭാവവും വരുത്തി അതേപോലെ എത്ര മിനിറ്റ് ആ ഒരു ഷോട്ടിനകത്ത് അദ്ദേഹം നിൽക്കുന്നുണ്ട്. അതേ രീതിയിലാണ് പത്മകുമാർ നിലവിൽ നിൽക്കുന്നത്. കാരണം ഇനി അങ്ങേർക്ക് എന്ത് നഷ്ടപ്പെടാനുണ്ട്? അതിൻ്റെ മാനം പോയ അവസ്ഥയിലെ രാഷ്ട്രീയ ഭാവി പോയി, ജയിലിൽ കിടക്കേണ്ടി വന്നു. പൊതുപ്രവർത്തനം സംബന്ധിച്ചിടത്തോളം അതും ഒരുപാട് ഇനിയും നാളെ അതിനുവേണ്ടി പ്രായമൊന്നുമായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് സ്ഥാനമാനങ്ങൾ നാളെ തേടിയെത്താൻ സാധ്യതയുള്ള ഒരാളിനെ അയാളെ തീർത്തോളാന്നില്ലേ വരില്ല. അതായത് ആറന്മുളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു കണ്ണിയാണ്. അദ്ദേഹത്തിന് മൊത്തത്തിൽ അദ്ദേഹത്തിന് ഒരു സ്വീകാര്യതയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ അമ്പലക്കള്ളൻ എന്നുള്ള ഒരു വിളിയിൽ അദ്ദേഹത്തിന് എങ്ങും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അദ്ദേഹം ഇനി എന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും ജനം അത് വിശ്വസിക്കണമെന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എന്താണ് ഈ 60 വർഷത്തോളം പാർട്ടി പ്രവർത്തനം നടത്തിയതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്ഥാന അമ്പലക്കള്ളൻ എന്നുള്ളൊരു ബഹുമതിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി പ്രതിഷ്ഠിച്ചു വച്ചിരിക്കുന്നത്. ഇപ്പം നിലവിലുള്ള ഈ ഒരു തന്ത്രം പിണറായി വിജയനും MV ഗോവിന്ദനും പിണറായി വിജയൻ്റെ മകളുടെ വീണ വിജയൻ്റെ ED ചോദ്യം ചെയ്യലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ശ്രദ്ധ തിരിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പത്തനംതിട്ടയിലേക്കാണ് ഈ സംഗതി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പത്മകുമാർ സ്ട്രോങ് ആയിട്ട് അഡമൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സൂചന അനുസരിച്ച് അദ്ദേഹം വളരെ ഏറ്റവും ഞെട്ടിക്കുന്ന കുറേ വിവരങ്ങൾ അദ്ദേഹം പുറത്തുവിടും. ദൈവതുല്യൻ ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തും. ഈ വെളിപ്പെടുത്തുന്ന ദൈവതുല്യൻ നമ്മളാദ്യം കരുതിയ തന്ത്രി ആണെന്നാണ്. എന്നാൽ തന്ത്രി അല്ല, അത് രാഷ്ട്രീയത്തിൽ തന്നെ അയാളുടെ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ദൈവതുല്യൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ തോമസ് ഐസക് അടക്കം പങ്കെടുത്തതിന് ശേഷം ഐസക്കും രാജു എബ്രഹാം ജില്ലാ സെക്രട്ടറിയൊക്കെ മാധ്യമങ്ങളെ കണ്ടു. എന്നാൽ ഈ കണ്ട മാധ്യമങ്ങൾ ആരും പപ്പൻ ഇപ്പോൾ പാർട്ടിയിലുണ്ടോ എന്ന് ചോദിച്ചില്ല. ഇവരെല്ലാം ചേർന്നൊരു കഥ മെനഞ്ഞിട്ടുണ്ട്. പത്മകുമാർ പാർട്ടി അംഗത്വം പുതുക്കി എന്നൊരു കഥ. അദ്ദേഹം പാർട്ടി അംഗത്വം പുതുക്കിയിട്ടില്ല. പാർട്ടി അംഗത്വം ചുമ്മാ ഒരാൾക്ക് കയറി പുതുക്കാൻ പറ്റത്തില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടന അറിയാത്തവരാണ് നമ്മുടെ 90% മാധ്യമപ്രവർത്തകർ. അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയില്ല. അതൊരു സത്യമാണ്. നമ്മുടെ നാട്ടിൽ പല മാധ്യമപ്രവർത്തകർക്കും പാർട്ടി ചട്ടക്കൂടിനെ കുറിച്ച് ഒരു ധാരണയില്ല എന്ന് പലപ്പോഴും തോന്നി. അതാണ് പാർട്ടി ചട്ടക്കൂടെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി രാജിവെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ രംഗത്തിൻ്റെ അടുത്ത് എന്ന് പണ്ട് ചോദിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ താങ്കൾ രാജിവെക്കുമെന്ന്. അപ്പോൾ ഇതാണ് അവസ്ഥ. ആന്റണി രാജിവെച്ച സമയത്ത് ശങ്കരാചാര്യൻ്റെ അടുത്ത് ഒരാളെന്ന് ചോദിച്ചു, അപ്പോൾ താങ്കൾ രാജിവെക്കുമെന്ന്. ഇത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് കിട്ടിയ ഏറ്റവും റിലയബിളായ സോഴ്സസ് പ്രകാരം മാർച്ച് മാസത്തിലായിരുന്നു ഈ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ടത്. അത് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് സ്ക്രൂട്ടണിക്ക് അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്തിട്ട് അതാത് ജില്ലാ ഘടകത്തിലാണ് അപേക്ഷ കൊടുക്കുന്നത്. ഇപ്പം അതാത് ഘടകത്തിലാണ് അപേക്ഷ. ഇപ്പോൾ പത്മകുമാർ നിലവിൽ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം ജില്ലാ ഘടകത്തിൽ അപേക്ഷ കൊടുക്കണം. ആ ജില്ലാ ഘടകം ഇത് പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി അംഗത്വം പുതുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. എന്നിട്ട് ഇത് പുതുക്കാനുള്ള ആണെങ്കിൽ പുതുക്കി ലെവി അടയ്ക്കണം. ലെവി ഇത്ര ശതമാനം, വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം ലെവി അടച്ച് അതടച്ചതിന് ശേഷം ഇത് ജില്ലാ കമ്മിറ്റി ഈ മെമ്പർഷിപ്പ് പുതുക്കി ഇത് നേരെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും, സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ചു കൊടുക്കും. അവിടെ നിന്നാണ് അന്തിമമായിട്ട് ഈ തീരുമാനം വരേണ്ടത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി.
അപ്പം നിലവിൽ മാർച്ച് മാസത്തിൽ ഇലക്ഷൻ ആയത് കാരണം അത് മെയ് മാസത്തിലേക്ക് മാറ്റിയിരുന്നു. മെയ് മാസത്തിൽ ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് പോയ ലിസ്റ്റ് പത്മകുമാറിൻ്റെ പേരില്ല. അത് സംബന്ധിച്ച് രാജു എബ്രഹാമിനെ മാധ്യമപ്രവർത്തകർക്ക് വിളിച്ചു ചോദിച്ചാൽ അദ്ദേഹം വ്യക്തമായൊരു മറുപടി കൊടുത്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പുതുക്കി എന്നാണ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിനകത്തെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പത്മകുമാർ ആവശ്യപ്പെടാതെ മെമ്പർഷിപ്പ് പുതുക്കി കൊടുക്കുന്ന അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇനി അദ്ദേഹം പുതുക്കാതിരിക്കാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് പറയാനുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ ജി സുധാകരൻ്റെ കാര്യത്തിലും സംഭവിച്ചത്. ജി സുധാകരനെ എന്താ ബ്രാഞ്ച് കമ്മിറ്റിയിലിട്ട് സ്ഥലം തരം താഴ്ത്തി കഴിഞ്ഞാൽ അദ്ദേഹം പുതുക്കിയില്ല മെമ്പർഷിപ്പ്. അദ്ദേഹത്തിന് ബ്രാഞ്ചിൽ പോയി മെമ്പർഷിപ്പ് പുതുക്കേണ്ട കാര്യമില്ല. കേന്ദ്ര കമ്മിറ്റി അംഗം PV മെമ്പർ ആവേണ്ടിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഇലക്ഷന് മുന്നോടിയായിട്ട് അദ്ദേഹം വീട്ടിൽ വിളിച്ച് ഒരു പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങളെല്ലാം വെട്ടി തുറന്ന് പറഞ്ഞ പുറകെ അദ്ദേഹം പാർട്ടി ഇന്ന് പുറത്താക്കി. അതല്ല, ഇവർ ഭയപ്പെടുന്നത് പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് രഹസ്യങ്ങൾ ശബരിമല ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും. ഇതെങ്ങാനും പുറത്തു പോയാൽ ഈ കൂട്ടത്തിൽപ്പെട്ട ആരൊക്കെയാണ് എൻ്റെ പൂജപ്പുര ഗോതമ്പുണ്ട് തന്നെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ഭയം കാണും. അല്ലേ, ഇതിനകത്ത് ഇപ്പം ഇന്നലെ തന്നെ ഐസക്ക് വന്നിട്ട് പറയുന്നത് എന്താണ്, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു, ഇനി അത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും, ഞങ്ങൾക്ക് ഇത്ര ചെയ്യാൻ പറ്റും, അത് സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. ഞങ്ങൾ വിശദീകരണമൊക്കെ ചോദിച്ചത് എന്നേ ചോദിച്ചു, അന്നേ അതിന് അദ്ദേഹം മറുപടിയും കൊടുത്തു. അദ്ദേഹം നിരപരാധിയാണെന്ന് പറഞ്ഞ് എന്നേ ചോദിച്ചു, എന്ന് മറുപടി കൊടുത്തു. അതിന് പുറമെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്താക്കി. ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ് ഇപ്പോഴും പറഞ്ഞത് അദ്ദേഹം പാർട്ടിയിലുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവർ ഭയപ്പെടുന്നത് ഇപ്പോൾ MP രാഘവനെയും ഗൗരിയമ്മയൊക്കെ പുറത്താക്കിയ സമയത്ത് അവർ പാർട്ടി രഹസ്യങ്ങൾ വിളിച്ചു പറഞ്ഞു. പിന്നെ പണ്ട് ഇവരെല്ലാം നടത്തിയ ഓരോ വൃത്തികളും ഇവർ കാണിച്ച മണ്ടത്തനങ്ങളും തട്ടിപ്പുകളും തൊട്ട് മക്കളെ കല്യാണത്തിന് പണം പിരിച്ച കഥ വരെ MP വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പല നേതാക്കന്മാരെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ആ ഭയമുണ്ട്. ഗൗരിയമ്മയ്ക്ക് അത് അറിയില്ല, ഈ ഒരു പണം ഉണ്ടാക്കിയ രീതികളും. ഗൗരിയമ്മയ്ക്ക് ഇവിടെ നിന്ന് പൈസ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അവർ വിളിച്ചു പറഞ്ഞ് ഇവർ പെട്ടു ശരിക്കും പറഞ്ഞാന്ന്. ഇതിനകത്ത് ഇദ്ദേഹം വിളിച്ചു പറയാൻ പോകുന്നതിൽ പ്രധാനപ്പെട്ട കാര്യം ഒന്ന് സാമ്പത്തിക അഴിമതിയായിരിക്കും. അതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയാൻ പോകുന്നത് ശബരിമലയാണ്. ശബരിമല യുവതീ പ്രവേശനം ആരുടെ അജണ്ടയായിരുന്നു, ആർക്കു വേണ്ടി ചെയ്തു എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് നടപ്പിലാക്കിയതിന്റെ പിന്നിലെ കള്ളക്കളികളും അതിന്റെ ആസൂത്രകന്മാരും എന്നുള്ള പുള്ളി കൃത്യം. അതെ, ഈ ശബരിമല യുവതീ പ്രവേശന തിരക്കിനും ബഹളത്തിനും ഇടയിലൂടെയാണ് സ്വർണ്ണപ്പാളി ഇത് കൊണ്ടുപോയിരുന്നത്. കൊണ്ടുപോയ ആ സമയം അപ്പോൾ ഇത് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇത് ആരുടെ അജണ്ടയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള കാര്യം. ഒരിക്കലും അത് BJPയെയോ സംഘപരിവാർ സംഘടനകളെയോ പ്രതിരോധിക്കുന്നതിനോ ഒന്നും ആയിരുന്നില്ല. വേറെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരാനുള്ള, നമ്മൾ ഇനിയും കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് വരാനുള്ള. അപ്പോൾ അങ്ങനെ അത് മറ്റൊന്ന് ഈ ഡാമുകളിലെ മണൽ വാരുന്നത് സംബന്ധിച്ച് ഇപ്പോൾ ഈ മഹാപ്രളയത്തിൽ ഡാം തുറന്നു വിട്ട് മഹാപ്രളയം ഉണ്ടാക്കി, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചും പത്മകുമാർ നല്ല അവബോധം ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ചിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ അത് സംബന്ധിച്ച തെളിവുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അതും ഒരു കാരണമാകാൻ. ഇന്ന് പണ്ടത്തെ പോലെയല്ല, നമുക്ക് വളരെ എളുപ്പമാണ് ഇത്തരം തെളിവുകൾ സംഘടിപ്പിക്കാനൊക്കെ. വളരെ ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിൽ വന്നതോടുകൂടി ഏത് തെളിവും അദ്ദേഹത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് തന്നെ കൈവശപ്പെടുത്താമായിരുന്നു. കാരണം ഇവർ ഒതുക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം അന്ന് അവിടെ ഇരുന്നപ്പോഴേ മനസ്സിലായി കാണും. രാഷ്ട്രീയക്കാരനാണല്ലോ, അദ്ദേഹത്തിൻ്റെ പരിപാടി മറ്റേ എതിർ ലോബിയുടെ പദ്ധതി മനസ്സിലായി കാണും. അന്ന് തന്നെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തി കാണും. അതുപോലെ തന്നെ ഈ SITയുടെ അന്വേഷണം വരുമ്പോൾ പത്മകുമാറിൻ്റെ കാലത്തല്ല ഈ സ്വർണം കൊണ്ടുപോകുന്നത്, ഈ പാളി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹത്തിലേക്ക് വരില്ല എന്നാണ് അദ്ദേഹം വിചാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ കൈ കിട്ടിയ ഒരു രേഖ പ്രകാരം അദ്ദേഹം പിത്തള എന്നുള്ളത് മാറ്റി ചെമ്പ് പാളി തിരിച്ചു. അദ്ദേഹം സ്വർണ്ണം എന്നുള്ളത് പിത്തള എന്നുള്ളതാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു രേഖ നമ്മുടെ കൈവശം കിട്ടിയത്. ബാക്കി ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് പിന്നാലെ വരത്തുള്ളൂ. എന്താണെങ്കിലും ശരി, ഇവർ സസ്പെൻഡ് ചെയ്ത് പുള്ളിയുടെ പ്രതികരണം അറിയാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോസാണത് ഇട്ട് കൊടുത്താണ്. ഇയാൾ ഇതിൽ എന്ത് പറയുന്നു, പക്ഷെ അദ്ദേഹം മിടുക്കനാണ്, അദ്ദേഹം മിണ്ടിയിട്ടില്ല. അതായത് ഡെമോക്രസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ നിൽപ്പുണ്ട് CPI നേതാക്കന്മാരുടെ പലരുടെയും. അവർ ഭയക്കുന്നുണ്ട് അതുമല്ല. അത് പിന്നാലെ അത് ഓരോ സാധനങ്ങളായിട്ട് വരും. ഇതിനകത്ത് കാരണഭൂതത്തിന്റെ റോളാണ് പ്രധാനമായിട്ടും പുറത്തു വരാൻ പോകുന്നത്. കാരണഭൂതത്തിന്റെ അതിന്റെ അനുചരന്മാരുടെയും നിൽക്കുന്ന ഒരു സംഘം ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ഒരു വെളുപ്പം വരിട്ട് അതിനൊപ്പം തന്നെ അതിലൊക്കെ പ്രാധാന്യം നമ്മൾ ഇതിനാണ്. ഇപ്പോഴത്തെ വിഷയങ്ങൾ, വിവാദ വിഷയങ്ങൾ, അതായത് കരിമണൽ കർത്തായുടെ വീണ വിജയനുമായിട്ടുള്ള ബന്ധം, അതുപോലെ പാർട്ടി തോൽക്കാനുണ്ടായ കാരണങ്ങൾ, ഇതെല്ലാം ഇവരെ സ്ഥാനാർത്ഥി നിർണയത്തിലെ കള്ളക്കളികൾ, ഇതെല്ലാം അറിയാമായിരിക്കുമല്ലോ. പത്മകുമാറിന് ഇതെല്ലാം അറിയാമായിരിക്കുമല്ലോ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കഥ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ
നടത്താനുള്ള സാധ്യതയുണ്ട്. ആറന്മുളയിൽ അവിടെ വീണ ജോർജിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, ഈ കഴുത്തുളുക്കിയത്, അതെല്ലാതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അറിയാവുന്ന പത്മകുമാറായിരിക്കാം. അതെ, അതുപോലെ വീണ ജോർജിന് സ്ഥാനാർത്ഥിത്വം വാങ്ങിച്ചു കൊടുത്ത് വീണ ജോർജിനെ ഈ രംഗത്ത് കൊണ്ടുവന്ന ആൾ പത്മകുമാറാണ്. അത് രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള ആ ആറന്മുള മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതും ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതും പിണറായി വിജയനുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളതും ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താണെങ്കിലും പിണറായി വിജയന് നല്ല സമയമാണ്. പത്മകുമാർ ഓരോന്ന് വിളിച്ചു പറയും. ഒന്നാമത്തെ കാര്യം, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം അറിയാം. ഇറങ്ങിയാൽ അദ്ദേഹം ഇറങ്ങിയതാണ്, പറയാനുള്ളത് കൃത്യമായിട്ട് പറയാം. അതിനൊന്നും ഒരു പടിയില്ല. ഇപ്പം നമുക്കറിയാം, സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ അദ്ദേഹത്തെ ഇത്തവണ എടുക്കാതിരുന്നതിനെ തുടർന്നാണ് അദ്ദേഹം കൊല്ലം സംസ്ഥാന സമ്മേളനം ഇറങ്ങിപ്പോയ പുറകെ പോസ്റ്റ് വിട്ടു. വീണ ജോർജിനെ ഇതിനകത്ത് പ്രത്യേക ക്ഷണിതാവാക്കി. ഒന്ന് ആലോചിച്ച് നോക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. 10-60 വർഷമായിട്ട് ഇതിനുവേണ്ടി ചോരയും നീരുവാക്കി നടക്കുന്ന ഒരു മുതിർന്ന നേതാവിനെ അവഗണിച്ചിട്ട് ഇന്നലെ വന്ന ഈ പാർട്ടി പോലും അല്ലാത്ത, ഇപ്പം ഈ പാർട്ടിക്കാരിയായിരിക്കും, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം. അവർ കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്, കോൺഗ്രസ്സുകാരിയായിരുന്നു. ഇത് ജസ്റ്റ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് കിട്ടിയാൽ കിട്ടി, ഇല്ലേ പോട്ടെ എന്ന് കരുതിയാണ് ആറന്മുള പോലൊരു മണ്ഡലത്തിൽ കൊണ്ട് നിർത്തുന്നത്. അന്ന് ശിവദാസൻ നായരോടുള്ള കലിപ്പ് കാരണം ജനം മൊത്തം മാറ്റി വോട്ട് കുത്തിയതുകൊണ്ട് മാത്രം വീണ ജോർജ് ആദ്യത്തെ തവണ ജയിക്കുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ തവണ വന്നപ്പോഴത്തേക്ക് വീണ്ടും ഈ പറയുന്ന ശിവദാസൻ നായർ എന്ന് നിൽക്കുന്നു. ജനത്തിൻ്റെ കലിപ്പ് വീണ്ടും കൂടിയിട്ടാണ് അവർ തോൽപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും ഒരു വലിയ നേട്ടമല്ല. പിന്നെ അന്ന് കോവിഡ് സമയത്തെ ഒരു ഇതായതുകൊണ്ട് ആ രീതിയിൽ കടന്ന് വെള്ളപ്പൊക്കവും കോവിഡ് എല്ലാം അതിജീവിച്ച ക്യാപ്റ്റന്റെ. അതെ, പലതവണയും നമുക്കറിയാം അദ്ദേഹത്തിന് പലതവണയും നമ്മളോട് വ്യക്തിപരമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ, എങ്ങനെ വീണ ജോർജ് ആറന്മുള മത്സരിക്കാനെത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പത്മകുമാറിൻ്റെ ഭാഗത്തുനിന്നൊരു വെളിപ്പെടുത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പിണറായിയും കൂട്ടരും നന്നായിട്ട് തന്നെ പേടിക്കണം എന്നാണ് എൻ്റെ